ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ക്യാൻസറിന് വേണ്ടിയിട്ട് മന്ത്ലി ഒക്ടോബർ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ അത് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവുന്ന മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾക്ക് പ്രൈവറ്റായി ഒരു റീഡിംഗ് ചെയ്യണം വെച്ചാൽ അത് നിങ്ങളുടെ സിറ്റുവേഷൻ കുറിച്ചായിരിക്കും, നിങ്ങളുടെ എനർജി മാത്രമായിരിക്കും. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യേണ്ടി വരും ഒരു സെഷൻ എൻ്റെ കൂടെ. ഈ സെഷൻ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ഡീറ്റെയിൽസ് എൻ്റെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആൻഡ് ഇതൊരു പെയ്ഡ് സെഷനാണ്, പ്രൈവറ്റ് റീഡിങ്, പെയ്ഡ് റീഡിങ്സ് ആണ്. പക്ഷേ ഞാൻ പറഞ്ഞ മാതിരി അത് നിങ്ങളുടെ എനർജി മാത്രമായിട്ടാണ്. അപ്പോൾ കൂടുതൽ അത് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്തിട്ടാണ് മെസ്സേജും റെസൊനേറ്റ് ചെയ്യും. ആൻഡ് അതല്ലാണ്ട് ഈ ചാനലിനെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് എത്രയും നിങ്ങൾ കൂടുതൽ കമൻറ്റ് ചെയ്യണോ, ലൈക്ക് ചെയ്യണോ, അത്രയും എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾക്ക് നിങ്ങളുടെ മെസ്സേജിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങൾക്ക് ഒക്ടോബറിൽ മെസ്സേജസ്, അത് നമ്മൾക്ക് ഈ റീഡിങ്ങിൽ ഇപ്പോൾ കാണാം. അപ്പോൾ ക്യാൻസർ, നിങ്ങളുടെ മന്ത്ലി ഒക്ടോബർ മെസ്സേജ് എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൈറ്റ് ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ കറണ്ട് എനർജി എന്താണ് ഒക്ടോബറുടെ കറണ്ട് എനർജി എയ്റ്റ് ഓഫ് സോഡ്സ്. ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് ഇവിടെ കിങ് ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ചാണ് ടെമ്പറൻസ്. നിങ്ങളുടെ അഡ്വൈസ്, ഒക്ടോബർ മാസത്തിൻ്റെ അഡ്വൈസാണ് 6 ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിലാണ് സൺ. നിങ്ങളുടെ ഓവറോൾ എനർജി നിങ്ങൾക്ക് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ആൻഡ് നിങ്ങളുടെ ഔട്ട്കം ഒക്ടോബർ മാസത്തിൻ്റെ ഈ കാർഡാണ്. ഇത് നമ്മൾ എൻഡിൽ റിവീൽ ചെയ്യാം. അപ്പോൾ ക്യാൻസർ, നിങ്ങളുടെ ഓവറോൾ എനർജി നല്ല പോസിറ്റീവ് കാർഡാണ്. വീൽ ഓഫ് ഫോർച്യൂൺ ഒരു ചേഞ്ച് ഓഫ് ടൈമിൻ്റെ എനർജിയാണ്. സമയം ചേഞ്ച് ചെയ്യണ ഇൻഡിക്കേഷൻ ആണ് ഇത്. നിങ്ങളുടെ ചീത്ത സമയം ഉണ്ടായിരുന്നു പറഞ്ഞാൽ, ഇതിൻ്റെ മുമ്പേ സമയം കുറച്ച് പറഞ്ഞാൽ ഒരു ഡിഫിക്കൾട്ട് സമയമായിരുന്നു വെച്ചാൽ അതൊക്കെ ഇപ്പോൾ മാറാൻ പോകുന്നുണ്ട്. ഒരു ചേഞ്ച് വരാൻ പോകുന്നുണ്ട്. ഒരു നല്ല ന്യൂസ്, ഒരു ഗുഡ് ന്യൂസിലേക്ക് ഒരു നല്ല സമയം വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. അതാണ് ഈ കാർഡ്. ഓക്കെ, അപ്പോൾ ഇതൊരു പോസിറ്റീവ് കാർഡാണ്. സമയം എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അഗൈൻ നിങ്ങളുടെ നല്ല സമയം വരാൻ പോണേ ഉള്ളൂ. അപ്പോൾ ഇതിനെ നമ്മൾക്ക് ക്ലാരിഫൈ ചെയ്യാം. ഇത് ഗുഡ് ലക്കിൻ്റെ എനർജിയുമാണ്. അപ്പോൾ എന്തോ ഒരു നല്ല ഗുഡ് ന്യൂസ് ഇല്ലെങ്കിൽ ഒരു നല്ല മെസ്സേജ് വരാൻ പോകുന്നുണ്ട്. എന്താണ് ഈ വീൽ ഓഫ് ഫോർച്യൂൺ കാർഡ്? 3 ഓഫ് പെൻറ്റക്കിൾസ് ആണ് ഇവിടെ. അപ്പോൾ നിങ്ങളുടെ ജോലിയിൽ, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അതിലൊക്കെ കുറേ പറഞ്ഞാൽ നല്ല സക്സസ് കാണും നിങ്ങൾക്ക്. നിങ്ങളുടെ ഫിനാൻഷ്യൽ ലൈഫിലും നല്ല പ്രോഗ്രസ് ഉണ്ടാവും. ഓക്കെ, നിങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ കാര്യത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ വേറെ ആൾക്കാരുടെ കൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്സ് ഒക്കെ, അതിലും നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. 8 ഓഫ് കപ്സ് ഞാനിവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുമ്പേ നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ ആരുടെയോ ലൈഫിന്ന് വാക്ക് അവേ ചെയ്തു. ഞാനിവിടെ ഒരു ബ്രേക്കപ്പ് ആണ് കാണുന്നത്. 8 ഓഫ് കപ്സ്. നിങ്ങൾക്ക് അത് ആ ഒരു റിയലൈസേഷൻ ഇത് ഉണ്ടായിട്ടില്ല വെച്ചാൽ മേ ബി നിങ്ങളുടെ മനസ്സിൽ ഇത് ഒരു തോട്ട് ഉണ്ട്, എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ ഹാപ്പി അല്ല. ഇതൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഒരു ജോലി ആയിരിക്കാം. ആൻഡ് ഞാൻ കാണുന്നത് ഇവിടെ എന്താ വെച്ചാൽ, നിങ്ങൾ ഇപ്പോൾ റിയലൈസ് ചെയ്യണത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഇത് കാട്ടിലും നല്ല ഓഫേഴ്സ് അവിടെ പറഞ്ഞാൽ ഇത് കാട്ടിലും നല്ല ഓഫേഴ്സ് നിങ്ങൾക്ക് കിട്ടാൻ വഴിയുണ്ട് ജോലിയിൽ. ഓരൽസ് ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഹാപ്പി അല്ല വെച്ചാൽ നിങ്ങൾ ഇത് കാട്ടിലും നല്ല ഒരു പേഴ്സണെ ഡിസേർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആരോ വിട്ടിട്ട് വേറെ ഒരു പുതിയ ബിഗിനിങ്ങിലേക്കാണ് പോണത്. ഇല്ലെങ്കിൽ ഒരു ജോലി വിടാനുള്ള പ്ലാനാണ് ഞാനിവിടെ കാണുന്നത്. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാച്ചാലും ഞാൻ കാണുന്നത് നല്ല സമയം വരാൻ പോകുന്നുണ്ട്, ഞാൻ പറഞ്ഞ മാതിരി. ആൻഡ് യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിൽ. ഓക്കെ, ഈ പ്ലാനിൽ. നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ ഞാൻ കാണുന്നത് നൈറ്റ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഇതൊരു റൊമാൻറ്റിക് സിറ്റുവേഷൻ ആണ്. മേ ബി നിങ്ങൾക്ക്
നിങ്ങൾ ആരെയോ മീറ്റ് ചെയ്ത് നല്ല ഇവിടെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, ഓറൽസ് കുറെ റൊമാൻറ്റിക് കോൺവെർസേഷൻസ് ഒക്കെ ഞാൻ ഇവിടെ കാണുന്നുണ്ട്. പക്ഷെ 3 of Swords ഉണ്ട് ഇവിടെ. അപ്പൊ ഏതോ ഒരു സിറ്റുവേഷനിൽ ഹാർട്ട് ബ്രേക്ക് ഉണ്ടായി. ഇതൊരു റൊമാൻറ്റിക് സിറ്റുവേഷൻ ആയിരുന്നു, രണ്ട് സൈഡിനും ഫീലിങ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ട് പാസ്റ്റ് എനർജിയിൽ. അപ്പൊ അതിലൊരു എൻഡിങ് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ കുറെ ബിട്രേഡ് ആയി ഫീൽ ചെയ്തു. 8 of Pentacles ഉണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തു ഈ റിലേഷൻഷിപ്പിനെ റിക്കവർ ചെയ്യാനില്ല, ഈ റിലേഷൻഷിപ്പിനെ ശരിയാക്കാനൊക്കെ ട്രൈ ചെയ്തു. പക്ഷെ ഈ സമയത്ത് നിങ്ങൾ കുറെ സ്റ്റാഗ്നന്റ് ആണ് ഫീൽ ചെയ്യണത്, സ്റ്റക്ക് ആയിട്ടാണ് ഫീൽ ചെയ്യണത്. 8 of Swords. നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്താ ചെയ്യേണ്ടതെന്ന്. നിങ്ങൾക്ക് ഈ പേഴ്സണെ മറക്കാൻ പറ്റില്ല, പിന്നെ അവർ ചെയ്ത കാര്യം അതിനെ മറക്കാനും പറ്റില്ല. പറഞ്ഞാൽ നിങ്ങൾ ഒരു സ്റ്റക്ക് മാതിരി ഒരു സിറ്റുവേഷനിലാണ്. നിങ്ങൾക്ക് മുമ്പോട്ടും പോകാൻ പറ്റില്ല, റീകൺസൈലും ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഈ 8 of Swords എന്തുകൊണ്ടാണ് ഇവിടെ സ്ട്രെങ്ത്. അപ്പൊ നിങ്ങൾ കുറെ സ്ട്രോങ് ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ നോക്കുന്നുണ്ട് ഇവിടെ. ഒരു ഡിസിഷനിൽ മുമ്പോട്ട് പോവാൻ ആണ് നിങ്ങൾ ശ്രമിക്കണത് ഇവിടെ. പക്ഷെ അതിന് കുറെ ഇന്നർ സ്ട്രെങ്ത്തിന്റെ ആവശ്യമുണ്ട്. 10 of Swords ഇവിടെ ഒരു കംപ്ലീറ്റ് ബിട്രയൽ ആണ് നിങ്ങൾ ഫീൽ ചെയ്യണത്, ഒരു എൻഡിങ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിരിക്കണോ അത് ഈ സിറ്റുവേഷനിൽ ഇപ്പോ റീകൺസൈൽ ചെയ്യാൻ പറ്റില്ല എന്നുവെച്ചാൽ നിങ്ങൾ അത്രയും ഹേർട്ടാണ് ഇവിടെ. ഓക്കെ, ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് King of Pentacles ആണ്. King of Pentacles ഒരു കുറെ കരിയർ ഓറിയന്റഡ് പേഴ്സന്റെ എനർജിയാണ്, ടോറസ് എനർജിയാണ്. അപ്പോൾ മേ ബി നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ പേഴ്സൺ വരുന്നുണ്ട്, ഓറൽസ് ഇത് നിങ്ങൾ കരിയറിൽ കൂടുതൽ നിങ്ങളുടെ എഫേർട്സ് ഒക്കെ കരിയറിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. ഇതൊരു പുതിയ പേഴ്സൺ ആണ് വെച്ചാൽ ഈ പേഴ്സൺ നിങ്ങളിൽ ഇൻട്രസ്റ്റഡ് ആണ്. അവർ നിങ്ങളെ മെസ്സേജ് ചെയ്യും, മേ ബി ഓൺലൈൻ ആയിരിക്കും ഈ മെസ്സേജ് വരുന്നുണ്ടാവുക. ഓർ മേ ബി നിങ്ങൾ ഓൺലൈൻ വഴിയിലാണ് അങ്ങനെയാണ് മീറ്റ് ചെയ്യണത്, സോഷ്യൽ മീഡിയയുടെ ത്രൂ. അതല്ല വെച്ചാൽ നിങ്ങൾ മേ ബി എന്തോ പുതിയ എന്തെങ്കിലും ഒരു കോഴ്സ് ജോയിൻ ചെയ്യണോ നിങ്ങളുടെ കരിയറിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ സ്കിൽ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പഠിപ്പ് ഇല്ലെങ്കിൽ ഒരു പുതിയ കോഴ്സ് അങ്ങനെ എന്തെങ്കിലും ജോയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ഓരൽസ് ഒരു പുതിയ ജോലിയും ആവാം. ഓക്കെ, അത് ഒരു പുതിയ ജോലിയിൽ ജോയിൻ ചെയ്തിട്ട് അവിടെ ഞാൻ കാണുന്നത് നിങ്ങൾ ആരോ മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ജെമിനി എനർജി ഉണ്ട് ഇവിടെ. ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഹാർട്ട് ബ്രേക്ക്, ഡിസപ്പോയിൻമെന്റ് ഉണ്ടായിട്ടുണ്ടാച്ചാലും ഫ്യൂച്ചറിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പാണ് കാണുന്നത്, ഒരു നല്ല സ്റ്റേബിൾ ജോലിയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ആണ് ടെമ്പറൻസ്, സാജിറ്റേറിയസ് എനർജി. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഒരു ബാലൻസ് കൊണ്ടുവരാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് ലൈഫിൽ. ബാലൻസ് ആൻഡ് ഹീലിംഗ്. ഓക്കെ, അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച്. എന്നുവെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസ് ഇല്ല. നിങ്ങൾ കുറെ എഫേർട്ട് ഒരു പേഴ്സണിന് കൊടുക്കണ്ടില്ല വെച്ചാൽ ഒട്ടും എഫേർട്ട് ഇടുന്നില്ല, അങ്ങനത്തെ ഒരു ഇംബാലൻസ് സിറ്റുവേഷനിലാണ്. അതല്ല വെച്ചാൽ നിങ്ങളുടെ എനർജിയിൽ ഹീലിംഗ് ഇല്ല. പറഞ്ഞാൽ നിങ്ങളെ ഹീൽ ചെയ്യാൻ ട്രൈ ചെയ്യണില്ല, ഒരു സിറ്റുവേഷനിൽ പുറത്ത് വരാൻ നോക്കണില്ല. അവർ ഒരു ഹീൽ ചെയ്യാൻ ട്രൈ ചെയ്യേണ്ട വെച്ചാലും അത് വർക്ക്ഔട്ട് ചെയ്യണില്ല, എന്തോ ബ്ലോക്ക് ഉണ്ട്. 3 of Wands ഉണ്ട് ഇവിടെ. അപ്പോൾ എവിടെയോ നിങ്ങൾക്ക് ഒരു ഹോപ്പ് ഉണ്ട് അത് ഈ സിറ്റുവേഷൻ ഇംപ്രൂവ് ആവും. ഇല്ല ആ പാസ്റ്റ് പേഴ്സന്റെ കൂടെ ആദ്യം റീകൺസൈൽ ചെയ്യും. നിങ്ങൾക്ക് അത് വേണം ആൻഡ് വേണ്ട, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ. അതുകൊണ്ടാണ് ഇവിടെ ആ ഹീലിംഗ് ശരിക്കും ആവാത്തത്. എന്നുവെച്ചാൽ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ പേഴ്സൺ വേണ്ട എന്നായിരിക്കും, പിന്നെ ഈ പേഴ്സൺ തിരിച്ചു വന്നാൽ നല്ലതായിരിക്കും, അങ്ങനെയും ഒരു ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ എന്തോ പറഞ്ഞാൽ നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റില്ല അതിന്റെ കാരണം. ഓക്കെ, ഇത് ലോ സെൽഫ് കോൺഫിഡൻസിന്റെ കാരണമാണ്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് ആ കോൺഫിഡൻസ് ഇല്ലാതെ നിങ്ങൾക്ക് ഇത് കാട്ടിലും നല്ലൊരു പേഴ്സൺ ഡിസേർവ് ചെയ്യേണ്ട ആ ഫീലിംഗ്, അത് കോൺഫിഡൻസ് ഉണ്ടാവുമ്പോഴേ വരുള്ളൂ. പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം അത് ഈ കൈൻഡ് ഓഫ് ബിഹേവിയർ, ഇങ്ങനത്തെ ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലതല്ല എന്ന് ആ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് കോൺഫിഡൻസ് വേണം. എന്നാൽ അത് ഇപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഇല്ല. പറഞ്ഞാൽ നിങ്ങളുടെ കുറച്ച് കോൺഫിഡൻസ് ലോ ആയിട്ടുണ്ട്. ആൻഡ് അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും ക്ലിങ് ചെയ്യണത് പാസ്റ്റ് പേഴ്സന്റെ അടുത്ത്. ഓക്കെ, അപ്പോൾ അതാണ് ഏറ്റവും വലിയ ചാലഞ്ച് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. 6 of Pentacles ആണ് നിങ്ങളുടെ അഡ്വൈസ്. അപ്പോൾ നിങ്ങളുടെ അഡ്വൈസ് ഇവിടെ എന്താ വെച്ചാൽ
ഹെൽപ്പ് എടുക്കുക. ഓക്കെ, ഫ്രണ്ട്സ് ഇല്ലച്ച ഫാമിലി ഇല്ലച്ച ഒരു കൗൺസിലറിനെ മീറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ ഇവിടെ ഹീലിംഗ് ആണ് ഏറ്റവും പ്രധാനം. നിങ്ങൾക്ക് ഈ സിറ്റുവേഷന് ഹീൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്ന് വെച്ചാൽ ഇത് കുറേ നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് ഒരു നെഗറ്റീവ് വേയിൽ. ഓക്കെ, നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് തകരുന്നുണ്ട്. അതുമാത്രമല്ല നിങ്ങൾക്ക് ഒരു കാര്യത്തിലും ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. ഒരു കുറേ സ്റ്റാഗ്നൻ്റ് ആയി ആണ് ഫീൽ ചെയ്യണത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ യൂണിവേഴ്സ് പറയണത് അത് വേറെ ആൾക്കാരുടെ ഹെൽപ്പ് എടുക്കുക വേണമെന്ന് വെച്ചാൽ അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, ഈ കാര്യത്തിൽ മൂവ് ഓൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇല്ല വെച്ചാൽ നിങ്ങൾക്ക് ഒരു പെർസ്പെക്റ്റീവ് തരാൻ ഹെൽപ്പ് ചെയ്യും. നിങ്ങളെ എങ്ങനെയാ ഇതിന് ഈ റിലേഷൻഷിപ്പിന് കംപ്ലീറ്റ്ലി ലെറ്റ് ഗോ ചെയ്യണ്ടേ, അതിന് മേ ബി അവർക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ഉണ്ടാവും, ഇല്ല വെച്ചാൽ സൊല്യൂഷൻ ഉണ്ടാവും. അതും ഇല്ല വെച്ചാൽ മേ ബി ഒരു കൗൺസിലറുടെ കൂടെ നിങ്ങൾക്ക് സെഷൻസ് ഉണ്ടായാൽ അതും ഹെൽപ്പ് ചെയ്യും ചിലപ്പോൾ. ഇവിടെ എക്വൈറിയസ് എനർജി കാണാണ്ട്. അപ്പോൾ ഈ സ്റ്റാർ എന്തുകൊണ്ടാണ് അഡ്വൈസ് ഇവിടെ? അപ്പോൾ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ നിങ്ങൾ എംപ്രസ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഒരു കാര്യത്തിലും കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. എസ്പെഷ്യലി നിങ്ങളുടെ സെൽഫ് വർത്ത് വിട്ടിട്ട് നിങ്ങൾക്ക് വേറെ പേഴ്സണിന് വേണ്ടിയിട്ട് അക്കോമഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ കുറേ കോൺഫിഡൻ്റ് ആണ്. നിങ്ങളുടെ ലൈഫിൽ കുറേ ബ്യൂട്ടിഫുൾ കാര്യങ്ങൾ ഉണ്ടാവാൻ പോണേയുള്ളൂ. അപ്പോൾ കോൺഫിഡൻ്റ്ലി മുമ്പോട്ട് പോവുക. ഇങ്ങനത്തെ നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ ഹാപ്പി അല്ല, ഈ പേഴ്സൺ നിങ്ങളെ എങ്ങനെയെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ചതി ഉണ്ടായില്ല, എന്തെങ്കിലും അവർ മിസ്ബിഹേവ് ചെയ്തു, അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ടോക്സിക് സിറ്റുവേഷൻ ആണ് വെച്ചാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ റൈറ്റ് ഉണ്ട് മൂവ് ഓൺ ചെയ്യാൻ. ഓക്കെ, നിങ്ങൾക്ക് വേറെ ഒരു ലൈഫ് വേണം വെച്ചാൽ അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ സ്റ്റെപ്പ് എടുക്കേണ്ടി വരും. പക്ഷേ അഗൈൻ അതിന് കുറച്ച് സെൽഫ് കോൺഫിഡൻസ് വേണം. ആൻഡ് അതാണ് യൂണിവേഴ്സ് ഇവിടെ പറയണത്. അത് പേടിക്കാണ്ട് മുമ്പോട്ട് പോവുക. നിങ്ങൾക്ക് ഒരു കാര്യത്തിലും വറി ചെയ്യേണ്ട ആവശ്യമില്ല. എന്നുവെച്ചാൽ നിങ്ങൾ അത്രയും സക്സസ്ഫുൾ ആവാൻ പോകുന്നുണ്ട്. ഓക്കെ, പക്ഷെ ആ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കേണ്ട ആവശ്യമുണ്ട്. നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിൽ സൺ ആണ്. അപ്പോൾ ഹിഡൻ ഫാക്ടറിൽ നിങ്ങൾക്ക് അറിയാത്ത കാര്യം എന്താ വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ കുറേ അബണ്ടൻസ് വരാൻ പോകുന്നുണ്ട്, ഹാപ്പിനെസ് വരാൻ പോകുന്നുണ്ട്. ഇതൊരു കുറേ പോസിറ്റീവ് സൈൻ ആണ്. ക്ലാരിറ്റി വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഉള്ളത് ആ മറ്റേ സൈഡിൽ. പക്ഷെ അതിന് വേണ്ടിയിട്ട് ആ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കേണ്ട ആവശ്യമുണ്ട്. ലിയോ എനർജി ഉണ്ട് ഇവിടെ, സൺ. ഇവിടെ ക്ലാരിറ്റി വരാൻ പോകുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവാൻ തുടങ്ങും അത് നിങ്ങൾ ചെയ്ത കാര്യം ശരിയാണെന്ന്, നിങ്ങൾ എടുത്ത ഡിസിഷൻ ശരിയാണെന്ന്. എന്നുവെച്ചാൽ ഈ സമയത്ത് നിങ്ങൾ എവിടെയോ കൺഫ്യൂസ്ഡ് ആണ്, നിങ്ങളൊരു ക്രോസ് റോഡ്സിലാണ്, നിങ്ങൾക്ക് ആ ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. ആ ഡിസിഷൻ എങ്ങനെയാണ് എടുക്കേണ്ടത്, എന്താ ഡിസിഷൻ ഉണ്ടാവേണ്ടത്, ആ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഈ മാസം. അപ്പോൾ ഔട്ട്കം എന്താണ്? നിങ്ങളുടെ ഔട്ട്കം ആണ് ക്വീൻ ഓഫ് സോഡ്സ്. അപ്പോൾ ക്വീൻ ഓഫ് സോഡ്സ് ഒരു ക്ലിയർ ആയ പേഴ്സൻ്റെ എനർജിയാണ്. അവരുടെ മനസ്സിൽ ഒരു കൺഫ്യൂഷൻ ഇല്ല. ഓക്കെ, അങ്ങനത്തെ പേഴ്സൺ ആണ് ക്വീൻ ഓഫ് സോഡ്സ്. ഈ പേഴ്സൺ ഡിസിഷൻ എടുക്കാനും പേടിക്കില്ല. കുറെ ഫേം ആണ് അവരുടെ ബൗണ്ടറീസ് ഒക്കെ. ആരും ഈ ക്വീൻ ഓഫ് സോഡ്സിനെ പറഞ്ഞ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ എനർജിയിലാണ് നിങ്ങൾ പോണത്. നിങ്ങൾ കുറെ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ ബൗണ്ടറീസ് ഒക്കെ സെറ്റ് ചെയ്ത് ഇതെനിക്ക് പറ്റും, ഇതെനിക്ക് പറ്റില്ല, അങ്ങനത്തെ ഒരു ക്ലാരിറ്റിയുടെ കൂടെയാണ് മുമ്പോട്ട് പോണേ. ആൻഡ് അതൊരു നല്ല ബ്യൂട്ടിഫുൾ എനർജിയാണ് ക്വീൻ ഓഫ് സോഡ്സിൻ്റെ. ചില കേസസിൽ ക്വീൻ ഓഫ് സോഡ്സ് ഒരു ഡിവോഴ്സ്ഡ് പേഴ്സൻ്റെ എനർജിയുമാണ്. അപ്പോൾ മേ ബി നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഡിവോഴ്സ് എടുക്കാനായിരിക്കും തീരുമാനിക്കുന്നുണ്ടാവുക. 3 ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഒരു ഹാപ്പി എനർജിയിലേക്കാണ് നിങ്ങൾ പോണത്. ഒരു സെലിബ്രേഷൻ ഞാനിവിടെ കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ എംപറർ ഉണ്ട്. ഓക്കെ, ഏരീസ് എനർജി. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ കുറേ ഒരു അപ്ഗ്രേഡ് ഉണ്ടാവാൻ പോകുന്നുണ്ട്, ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ടാവാൻ പോകുന്നുണ്ട്. ഈ എംപറർ ആരാണെന്ന് നമ്മൾക്ക് നോക്കാം. ഓൾറെഡി ഇവിടെ ഒരു എംപ്രസ് വന്നിട്ടുണ്ട്. ഈ എംപറർ ആരാണ്? ടവർ. അപ്പോൾ എന്തോ ഒരു വലിയ ഷോക്കിംഗ് ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്, ഓരൽസ് നടക്കാൻ പോകുന്നുണ്ട്. ആൻഡ് ഈ ചേഞ്ച് ഉണ്ടായതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവ് ചേഞ്ചസേ വരുള്ളൂ. ഓക്കെ, ഇതിൽ ഒരു കാർഡും നെഗറ്റീവ് അല്ല. നെഗറ്റീവ് പറഞ്ഞാൽ ആ വാക്കിംഗ് അവേ പറഞ്ഞ കാര്യം അത് മാത്രമേ ഒരു നെഗറ്റീവ് ഉള്ളൂ. പക്ഷെ അതിൻ്റെ ഔട്ട്കം കുറേ പോസിറ്റീവാണ്. അത് ഈ സമയത്ത് നിങ്ങൾക്ക് അത് അറിയുണ്ടാവില്ല. എന്നുവെച്ചാൽ ആ സിറ്റുവേഷനിൽ ഉണ്ടാവുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവില്ല അത് ഒരു സിറ്റുവേഷൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന്. ബട്ട് ഫ്യൂച്ചർ നിങ്ങളുടെ കുറേ ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ പേടിക്കാനുള്ള കാര്യമൊന്നുമില്ല. നിങ്ങളുടെ മനസ്സിൽ ഓൾറെഡി ഇതൊരു ഡിസിഷൻ നിങ്ങൾ എടുത്തു വെച്ചാൽ
നിങ്ങൾക്ക് ഇവിടെ യൂണിവേഴ്സ് ആ സപ്പോർട്ട് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ക്യാൻസർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കൊരു പ്രൈവറ്റ് ആയി റീഡിങ് വേണം വെച്ചാൽ ബുക്ക് ചെയ്യാം. പ്രൈവറ്റ് റീഡിങ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി കുറിച്ചാണ്. അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഇമെയിൽ ചെയ്യുക, ഇല്ല വെച്ചാൽ വെബ്സൈറ്റിൽ വാട്സാപ്പ് ഐക്കൺ ഉണ്ട്, ക്ലിക്ക് ചെയ്യുക, ചാറ്റ് ചെയ്യാൻ്റെ കൂടെ. അവിടെ എല്ലാം ഡീറ്റെയിൽസ്, പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഷെയർ ചെയ്യാം. ആൻഡ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.